Hi dear friends, welcome back to my channel. ഇന്ന് നമുക്കൊരു ഡെസേർട്ട് റെസിപ്പി നോക്കാം. റോയൽ ഫലൂഡ. ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫലൂഡ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ ചെയ്തു വയ്ക്കണം. ആദ്യം നമുക്ക് ജെല്ലി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് ജെല്ലി ക്രിസ്റ്റൽസ് വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഏത് ബ്രാൻഡിൻ്റെയാണോ വാങ്ങുന്നത് അതിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നോക്കിയിട്ട് അത് ചെയ്തു വയ്ക്കുക. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നതിൽ ഈ ഒരു ക്രിസ്റ്റൽസിലേക്ക് 1/2 ലിറ്റർ നല്ല തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറി ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് വിളയിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കിയിട്ട് അത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചേർക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് അരിഞ്ഞ് അതിൻ്റെ വെള്ളം വറ്റി ഈ ഒരു പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. പൈനാപ്പിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ ചേർക്കുന്നില്ലെങ്കിൽ ഒരു സ്റ്റേജ് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുത്താൽ മതി. ഇന്ന ഫ്രൂട്ട്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 40 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ശരിക്കും നമുക്ക് ഫലൂഡ സേവ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ സാധാ സേമിയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കടകളിൽ കിട്ടിയില്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ ടൈം ആവുന്നതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫലൂഡ സേവയാണെങ്കിലും ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഫലൂഡ സേവയ്ക്ക് കുറച്ചുകൂടെ വേവ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നോക്കിയിട്ട് ചെയ്യുക. സേമിയ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി സേമിയ ഒന്നുകൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അത് സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫലൂഡ സേവയാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് റോസ് മിൽക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ml പാലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഫലൂഡയിലേക്ക് ഇത്രയൊരു റോസിൻ്റെ ഫ്ലേവർ വേണ്ടാന്നാണെങ്കിൽ പാലിലേക്ക് നന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സബ്ജ സീഡ് ഒന്ന് കുതിർത്തിയെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ടൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. സബ്ജ സീഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫലൂഡ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ 2 വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയർ നമുക്ക് ജെല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ലെയർ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയാണ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ സേമിയ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമുക്ക് റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് റോസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറായിട്ട് നമുക്ക് സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് ഒരു ചെറിയ സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ വരുന്നത് ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിളയിച്ച പൈനാപ്പിൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനത് വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ജെല്ലി കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ലെയറായിട്ട് വെക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ഫ്ലേവർ ജെല്ലിയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. ഇനി അടുത്ത ലെയർ നമുക്ക് ഒന്നുകൂടെ സബ്ജ സീഡ് കുറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെയാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിസ്തയും ബദാമും കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് നട്ട്സ് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ഒരു വലിയ സ്കൂപ്പ് തന്നെ ഐസ്ക്രീം വെച്ച് കൊടുക്കാം. വാനില ഫ്ലേവർ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുത്താലും മതി. ഇനി ഐസ്ക്രീമിൻ്റെ മേളിലായിട്ട് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഒരു ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ഫലൂഡ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.